ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലെറ്റർ ഐ ആണേ. ഐ വെച്ചിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ വെജ് മസാലയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും എടുക്കാമേ. ബീഫാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല നല്ല ഡ്രൈ ആക്കി വേണം എടുക്കാനായിട്ട്. ചങ്ക്സ് ഇച്ചിരി വലുതായതുകൊണ്ട് ഞാൻ അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുന്നുണ്ടേ. അപ്പം നമ്മുടെ ഡ്രൈ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കോഴ്സിലേക്ക് കിടക്കാം. ഇഡ്ഡലിയാണ് എടുക്കുന്നത്. അപ്പം I4 ഇഡ്ഡലി ആണല്ലോ. അങ്ങനെ ഇഡ്ഡലി തട്ടിലോട്ട് നമ്മൾ മാവ് വളരെ കുറച്ചൊഴിക്കുന്നുണ്ട്. ഈ മാവിൻ്റെ പുറത്തേക്ക് നമ്മൾ മസാലയും കൂടെ ഒഴിച്ച് അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് ഇഡ്ഡലി മാവും കൂടെ വെച്ച് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി നിറച്ചത് റെഡി ആയിട്ടുണ്ടേ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ സാധനം. പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സംഭവം നല്ല ഉഷാറ് സാധനമാണേ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അടുത്ത ലെറ്ററായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.